നമുക്ക് നാടകത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നാടകം കുറച്ചുകൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിരുന്നൊരു കലാരൂപമാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. നാടകം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ചില വേദികളിലൊക്കെ അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം ആ കാലത്ത് ആളുകളിലേക്ക് എത്തിയിരുന്ന പോലെ ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് ഈ നാടകം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു അങ്ങനെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ നാടകത്തിലേക്ക് എത്തുന്ന ആളുകളായാലും കലാകാരന്മാരുടെ കാര്യമായാലും ഒരുപാട് ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലും ഉണ്ടാവുക. ഈ നാടകത്തിൻ്റെ ഒരു റീച്ച് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട്? നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും പോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് അതാണ് ശരിയെന്ന് തോന്നും. നമ്മൾ ഈ നാടകങ്ങൾ, ഉത്സവപ്പറമ്പ് നാടകങ്ങൾ പൊതുവേ ഏറ്റവും കൂടുതൽ നമ്മളെ മുമ്പിൽ സർവ്വസാധാരണമായിട്ട് ഒരു പതിവ് ശൈലിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പെരിമെൻ്റൽ പ്ലേസ്, അമേച്വർ തിയേറ്റർ ഇതൊക്കെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് ടിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാടകങ്ങൾ, വേൾഡ് ക്ലാസിക്കുകളൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ അരങ്ങുകളിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ 10 നാടകങ്ങൾ അബുദാബി സോഷ്യൽ സെൻറ്ററിൽ അവതരിപ്പിച്ച് അതിൻ്റെ മത്സരത്തിൻ്റെ വിധികർത്താവ് എന്ന രീതിയിലാണ് അവിടെ പോയത്. എന്നെയൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിൽ, അതായത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ച ആൾക്കാർ വളരെ മനോഹരമായിട്ട് അതിൻ്റെ സാങ്കേതിക രംഗത്ത് പുതിയ നാടകത്തിൻ്റെ ശൈലികൾ വെച്ചുകൊണ്ട് ഗസാൻ സാക്കിസിൻ്റെ സോർബ പോലുള്ള നാടകങ്ങൾ, നോവൽ അത് നാടകമായിട്ട് ചെയ്യുന്നു. അങ്ങനെ പല പല നാടകങ്ങൾ വില്യം ഷേക്സ്പിയറിനെയും ഇബ്സനെയും ബെർണാഡ് ഷായെയും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് നാടകങ്ങൾ അരങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരം നാടകങ്ങൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രൊഫഷണൽ നാടകം, ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നത് കച്ചവട നാടക സംസ്കാരത്തിൽ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും. അതിന് മാറ്റങ്ങൾ ചെയ്യുന്നത് KPICO സംഘചേതനയോ ഒക്കെ പോലുള്ള ചില സംഘങ്ങൾ മാത്രമാണ്, അപൂർവം ചിലർ മാത്രമാണ്. പുതിയ അന്വേഷണങ്ങൾ നടത്തുന്നത്, പുതിയ വേവ്സ് ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഈ വൈബ് എടുത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള നാടക സംസ്കാരം മലയാളത്തിലും പിന്നെ ഈ ഡൽഹിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്കൊക്കെ പോയി നോക്കി എത്ര മനോഹരമായിട്ടാണ് റിയലിസ്റ്റിക് നാടകങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഇപ്പോൾ നസ്രുദ്ദീൻ ഷായെ പോലെയുള്ള ആൾക്കാർ, സീമ ബിശ്വാസിനെ പോലെയുള്ള ആൾക്കാർ, മലയാളത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഭരത് മുരളി, നെടുമുടി വേണു, തിലകൻ ചേട്ടനൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും നാടകരംഗത്ത് നിന്ന് വന്നവർ അവരുടെ കാലിബർ തെളിയിച്ച് നിൽക്കുന്ന അലൻസിയറയൊക്കെ പോലുള്ള ഒരുപാട് പേരുണ്ട്. ഈ നാടകങ്ങൾ ഇപ്പം നസ്രുദ്ദീൻ ഷാ പറയുന്നത് ഈ സിനിമ ചെയ്ത് അതിൻ്റെ മൊണോട്ടണസിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നാടകത്തിൻ്റെ അരങ്ങിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ വീണ്ടും ചാർജ് ആകുന്നത്. ഒരു ബാറ്ററി റീചാർജ് ചെയ്തതുപോലെ ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റിയും അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധിയും കൂടുതൽ തേച്ച് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരങ്ങ് സാധ്യമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ നാടകവും ടെലിഫിലിമും ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും ഒക്കെ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ നാടകത്തിൻ്റെ ഒരു ജെന്യൂനിറ്റി ഈ മറ്റു മേഖലയ്ക്ക് കിട്ടുന്നതായിട്ട് തോന്നാറില്ല. സിനിമ ചെയ്യുമ്പം കിട്ടുന്ന വലിയൊരു പോപ്പുലാരിറ്റിയും സാമ്പത്തിക പിന്തുണയുണ്ട്, ടെലിവിഷൻ മീഡിയയിൽ നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു സേഫ്റ്റി ഉണ്ട്. പക്ഷേ അരങ്ങിനിൽ വെച്ചിട്ട് ഒരു നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊസൈറ്റിയോട് പറയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഏത് പരീക്ഷണത്തിനും വില്ലിങ്ങായിട്ട് നിൽക്കുന്ന അത്തരം മാനസികാവസ്ഥയുള്ള അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും നമ്മളെ കൂടെ ഉണ്ടാകും. അപ്പം പരീക്ഷണങ്ങളിലൂടെ പുതിയ വിഷ്വൽ ലാംഗ്വേജ്, ഏത് കലയായാലും ഏത് മീഡിയ ആയാലും പുതിയ അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് അത് മെല്ലെ മെല്ലെ വികസനത്തിലേക്ക് അതിൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കിയെടുക്കുന്നത്. അത്തരം നിലനിൽപ്പുകൾ സാധ്യമാക്കിയെടുക്കാൻ അരങ്ങ് എപ്പോഴും സഹായകമായിട്ടുണ്ട്. സിനിമ താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള മീഡിയയാണ്, യാതൊരു സംശയവുമില്ല. പോപ്പുലാരിറ്റിയും അതിന് തന്നെയാണ്, സാമ്പത്തിക വശങ്ങളും അതിന് തന്നെയാണ്. പക്ഷേ നാടകത്തിൻ്റെ ജെന്യൂനിറ്റി, ജൈവികത എന്ന് പറയുന്നത് വലിയ ഒരു കലയുടെ സത്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.